യുഡിഎഫിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിലെ വി.കെ. മിനിമോൾ മേയറാകും. കോൺഗ്രസ് കൗൺസിലർ ദീപക് ജോയിയാണ് ഡെപ്യൂട്ടി മേയർ. ഇടതുമുന്നണിയും മത്സരരംഗത്തുണ്ട്. അംബിക സുദർശനാണ് എൽ.ഡി.എഫിന്റെ മേയർ സ്ഥാനാർത്ഥി. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. പ്രഖ്യാപനത്തിന് ശേഷം വലിയ വിവാദമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കൊച്ചി കോർപ്പറേഷൻ. ഇപ്പോൾ മിനിമോൾ മേയറാകാൻ ഒരുങ്ങുമ്പോൾ എന്തൊക്കെയാണ് വരെ? അശ്വതി, മറ്റു വിവാദങ്ങൾ അവസാനിച്ചു എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് DCCക്കുള്ളത്, എറണാകുളം DCCക്കുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ ചർച്ചകൾ വന്നിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്ന പേരുകൾ അതിന് മാറ്റം വരുന്നു. അതിന്റെ ഒരു പ്രയോറിറ്റിയിൽ തന്നെ, മുൻഗണനാക്രമത്തിൽ തന്നെ മാറ്റം വരുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. ഒരാൾ മാറ്റപ്പെടുന്നു. അപ്പോൾ ഇത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. അത് ഏത് രീതിയിലേക്ക് പോകും, ഇത്രയും വലിയ ഒരു വിജയം സമ്മാനിച്ചിട്ട് അതിന്റെ മുഴുവൻ ശോഭയും കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു വിലയിരുത്തലെല്ലാം തന്നെ DCCക്ക് ഉണ്ടായിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുകയും എല്ലാം തന്നെ ചെയ്തു. ഇപ്പോൾ നമ്മൾ എറണാകുളം GCCയിലാണ്. ഓരോ കൗൺസിലർമാരായിട്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇവിടുന്ന് ഒരുമിച്ച് ഇവിടെ കൗൺസിൽ ഹാളിലേക്ക് പോകാം എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തീരുമാനിക്കപ്പെട്ട പ്രകാരം എല്ലാവർക്കും വിപ്പ് നൽകിയിരിക്കുന്നു. വി.കെ. മിനിമോൾ മേയറായും അതോടൊപ്പം തന്നെ ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറായും, കോൺഗ്രസിൽ തന്നെ ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറായി. ഇത് ഒരു ആദ്യഘട്ടം എന്ന രീതിയിലാണ്. 2.5 വർഷത്തിന് ശേഷം ഇതിന് മാറ്റമുണ്ടാകുമെന്നതാണ് എറണാകുളം DCC തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഷൈനി മാത്യു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഷൈനി മാത്യു മേയറാകും. അതോടൊപ്പം KVP കൃഷ്ണകുമാർ രണ്ടാം ഘട്ടത്തിൽ ഡെപ്യൂട്ടി മേയറാവുകയും ചെയ്യും. അങ്ങനെ പല രീതിയിലും ജാതി സമവാക്യങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും എല്ലാം തന്നെ ചേരുവകൾ ചേർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്ന, അല്ലായെങ്കിൽ പറഞ്ഞു കേട്ടിരുന്ന പേര് ദീപ്തി മേരി വർഗീസിന്റെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഗ്രൂപ്പ് പോരാട്ടത്തിലും അതോടൊപ്പം തന്നെ ലത്തീൻ സഭയുടെ ഒരു ഇടപെടലും ഇതെല്ലാം തന്നെ ദീപ്തിക വിനിയായി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങൾക്ക് ആ രീതിയിലേക്കുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും അത് അവസാന ഘട്ടത്തിൽ, ഏറ്റവും അവസാനത്തെ മണിക്കൂറിലാണ് ദീപ്തിയുടെ പേര് അട്ടിമറിക്കപ്പെടുന്നത്. വലിയ സജീവമായിരുന്നു. ഒരുപക്ഷെ ഈ മേയർ വീതം വെപ്പിൽ ആദ്യത്തെയും ദീപ്തിയാകുമെന്ന ഒരു വിലയിരുത്തലും പറച്ചിലുമെല്ലാം തന്നെ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിന് മാറ്റം വരികയും ചെയ്തു. ആ പേരുകൾ വി.കെ. മിനിമോളിലേക്കും ഷൈനി മാത്യുവിലേക്കും തന്നെ മാറുകയായിരുന്നു. വി.കെ. മിനിമോൾ ഇത് തുടർച്ചയായി 4ാം ടൈമിലേക്കാണ് കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു. അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ്. അങ്ങനെ നിരവധി തവണയായി കൗൺസിൽ രംഗത്തായി ഈ കൗൺസിലിൽ വലിയ രീതിയിലുള്ള ഒരു ഭരണ പരിചയം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെയാണ് സംഘടനാ രംഗത്തും വളരെ സജീവമാണ്. പല സമരമുഖങ്ങളിലുമെല്ലാം തന്നെ വളരെ സജീവ സാന്നിധ്യമാണ് വി.കെ. മിനിമോൾ എന്ന് പറയുന്നത്. പ്രവർത്തകർക്കിടയിലുമെല്ലാം തന്നെ വലിയ സ്വാധീനവും ശേഷിയുമെല്ലാം തന്നെ അവർക്കുണ്ട്. ഷൈനി മാത്യു സെക്കൻഡ് ടൈമിലേക്ക് പരിഗണിക്കപ്പെടുന്നു. ഷൈനി മാത്യുവിന്റെ ഒരു 2ാം തവണയാണ് കൗൺസിലിലേക്ക് വരുന്നത്. ആദ്യഘട്ടത്തിൽ 2015 ആ സമയത്ത് പരിഗണിക്കപ്പെട്ടിരുന്നപ്പോൾ മേയർ സ്ഥാനാർത്ഥി ഇതുപോലെ തന്നെ ഒരു പങ്കുവയ്ക്കലിൽ അവർക്ക് 2ാം ഘട്ടം പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും അത് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇത്തവണ രേഖാമൂലമുള്ള ഒരു ഉറപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അന്ന് അത് ഉണ്ടായില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും അത്തരം തർക്കങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് DCC വ്യക്തമാക്കുന്നത്. ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അതേസമയം ഇടത് മുന്നണിയിൽ നിന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അംബിക സുദർശനാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവരെ മുന്നോട്ട് വെച്ചിരിക്കുന്ന പേര്. ഒപ്പം യേശുദാസ് നസ്രത്തിൽ നിന്നുള്ള കൗൺസിലറാണ് ഡെപ്യൂട്ടി മേയറായും ഇതിൽ മത്സരിക്കുന്നത്. ഏതായാലും 46 അംഗങ്ങളുടെ വലിയ ഭൂരിപക്ഷമാണ് UDFനുള്ളത്. 42 പേർ തന്നെ അതിൽ കോൺഗ്രസ് അംഗങ്ങൾ തന്നെ, കോൺഗ്രസ് കൗൺസിലർമാർ തന്നെയാണ്. ആ രീതിയിലുള്ള വലിയ മെജോറിറ്റി കൗൺസിലിനകത്ത് UDFനുണ്ട് എന്നത് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. നിലവിൽ പറഞ്ഞിരിക്കുന്ന പോലെ കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം, ഒരിടവേളയ്ക്ക് ശേഷമാണ് ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ, പല കാര്യങ്ങളുണ്ട് ഇവിടെ നടപ്പാക്കുവാൻ കൊച്ചി കോർപ്പറേഷൻ മേഖലയിലെല്ലാം തന്നെ, അതെല്ലാം തന്നെ തങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് UDF നേതൃത്വം പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ തന്നെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടാനായിട്ട്
കഴിഞ്ഞു എന്നത് തന്നെയാണ് UDF-ന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് ശേഷം മുന്നിൽ വരികയാണ്. അപ്പോൾ അതിൽ ജില്ലയിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ സംഭാവനകൾ നൽകാൻ കോൺഗ്രസിനും UDF-നും എല്ലാം കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. എന്തായാലും ഇന്നാണ് തെരഞ്ഞെടുപ്പ്. വൈകാതെ തന്നെ ഇവിടെ നിന്ന് കൌൺസിൽ ഇവിടെ എല്ലാവരും സമ്മേളിച്ച ശേഷം DCCയിൽ സമ്മേളിച്ച ശേഷം ഇവിടെ നിന്ന് കൊച്ചിൻ കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരം മറൈൻ ഡ്രൈവിൽ പൂർത്തിയായിരിക്കുന്ന അവിടേക്ക് ഇവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് കരുതുന്നത്. ശരി ഡാനി, അതുപോലെ തന്നെ ശ്രദ്ധാകേന്ദ്രമാണ് തൃപ്പൂണിത്തുറ നഗരസഭയും. അവിടെ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണല്ലോ BJP ഉള്ളത്. 53 അംഗ കൌൺസിലിൽ കേവല ഭൂരിപക്ഷം ആർക്കുമില്ല. 21 അംഗങ്ങളുമായി BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. PL ബാബുവും രാധിക വർമ്മയുമാണ് BJPയുടെ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികൾ. ഡാനി, സസ്പെൻസ് നിലനിൽക്കുമ്പോൾ ക്ലൈമാക്സ് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, അവിടെ ക്ലൈമാക്സ് എന്താകുമെന്ന് സാധാരണ വലിയ ഉദ്യോഗം നിലനിൽക്കുന്നത് BJP NDA ക്യാമ്പുകളിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 21, 20 അതോടൊപ്പം തന്നെ 12 UDF-ന് 12 ഈ രീതിയിലാണ് അവരുടെ ഒരു മെജോറിറ്റി അതിനകത്തുള്ളത്. അസാധു വോട്ടുകൾ വന്നാൽ പോലും അത് വലിയ രീതിയിൽ ബാധിക്കും. ഇത് BJP അംഗങ്ങൾക്ക്, മുഴുവൻ പേരും BJP അംഗങ്ങൾക്ക് വളരെ രീതിയിലുള്ള ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ ശക്തമായ നിർദ്ദേശമോ എല്ലാം തന്നെ അവർക്ക് നൽകുന്നുണ്ട്. കാരണം ഒരു വോട്ട് പോലും അസാധുവാകരുത്, ആരുടെയും ശ്രദ്ധക്കുറവ് കൊണ്ട് ഒന്നും സംഭവിക്കരുത് എന്ന രീതിയിൽ അവരെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ പറയുന്നുണ്ട്. അതേസമയം വലിയ മത്സരബുദ്ധിയോടുകൂടി തന്നെയാണ് ഇടതുമുന്നണിയും അതിനെ കാണുന്നത്. കാരണം ഒരു സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ക്ലൈമാക്സിനെ സംബന്ധിച്ച വലിയ രീതിയിലുള്ള ചിന്തകൾ അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ അസാധു സംഭവങ്ങൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് അത് മേൽക്കൈ ഉണ്ടാക്കുക എന്ന് പറയാൻ കഴിയാത്ത വിധം സങ്കീർണമാകും അവിടുത്തെ കാര്യങ്ങൾ. കാരണം ഇനിയുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ സൂചനയും ആകരുത്, ഒരു ചൂണ്ടുപലകയും ആകരുത് ഈ ഘട്ടത്തിൽ എന്ന് പറയുന്നവരുണ്ട്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ ഈ കണക്കുകളിലും കാര്യങ്ങളിലും എല്ലാം മാറ്റം വന്നേക്കാം. ഈ കണക്കുകളിലല്ല കാര്യമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഒരുപക്ഷെ തൃപ്പൂണിത്തുറ വേദിയായേക്കും ചെയ്യാം. പക്ഷെ അതുവരെയും സമയമുണ്ട് എന്നതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം അത്രത്തോളം സമയം അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് 21, 20, 12 എന്ന രീതിയിലുള്ള ആ പാറ്റേൺ നിലനിർത്തിക്കൊണ്ട് തന്നെ വോട്ടിംഗിൽ മുന്നോട്ട് പോകുക എന്ന രീതിയിൽ തന്നെയാണ്. BJP വളരെ ശ്രദ്ധിക്കുന്നത് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അസാധു വോട്ടോ മറ്റോ മറിച്ചോ ഒരു ചിന്തയും ഇല്ലാത്ത വിധം തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വളരെ താല്പര്യത്തോടെ തന്നെ പൊതുവിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരിടമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തായിരുന്നു, ഇത്തവണ നല്ല മെജോറിറ്റിയിൽ അവിടേക്ക് കടന്നു വരുമെന്നാണ് NDAയും BJPയും എല്ലാം പൊതുവിൽ കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. കാരണം 18 സീറ്റിൽ നിന്ന് അവർക്ക് 3 സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അവിടെ ശക്തമായൊരു മത്സരത്തിന് ഇടം കൊടുക്കാൻ ഇടതുമുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒരു സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഇരുവരും തമ്മിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ ഈ കൊച്ചി കോർപ്പറേഷനിൽ വളരെ ഒരു ആധിപത്യമെല്ലാം തന്നെ UDF-നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ പോകുന്നു. പക്ഷെ അവിടെ തൃപ്പൂണിത്തുറയിലേക്ക് വരുമ്പോൾ തൃപ്പൂണിത്തുറയിൽ ഇനിയും ഇഞ്ചോടിഞ്ച് മത്സരം ഒരുപക്ഷെ ഈ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നു എന്ന സൂചന തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഒരോട്ടും അസാധുവാകാതെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പോകണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ BJP കൌൺസിലർമാർക്ക് BJP സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് നിർദ്ദേശം നൽകുന്നുണ്ട്. അസാധു വോട്ടുകൾ വരാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. കാരണം അതിന് പിന്നീട് പല രാഷ്ട്രീയ നിർവചനങ്ങളും വന്നേക്കാം. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന രീതിയിലുള്ള നിർദ്ദേശമെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന അംഗങ്ങൾ തന്നെ അവിടെ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്തുകൊണ്ട് ആണ് അവിടെ ഒരുക്കങ്ങൾ നടത്തുന്നത്. ഏതായാലും അവിടെയും വളരെ ശ്രദ്ധാകേന്ദ്രമാണ് ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ. അവിടെ BJP പിന്നീട് ഒരു തിരുവനന്തപുരത്തിന് ശേഷം ഒരുപക്ഷെ ഒരു നഗരസഭയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു പ്രകടനം, അത് കൌൺസിൽ പിടിക്കുന്ന രീതിയിലേക്കുള്ള പ്രകടനം നടത്തിയ സ്ഥലം കൂടിയാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയും ഇന്ന് നടക്കുന്ന ഈ മേയർ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലുമുണ്ട്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.